അഭിഷേകമല്ല എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 തിമോത്തിയുടെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ ദൈവവചനം പ്രായോഗികമായി ജീവിതത്തിൽ എങ്ങനെയാണ് വെളിപ്പെട്ടു വരാൻ ഇടവരുന്നത്, ദൈവവചനത്തിൻ്റെ ശക്തിയെ എങ്ങനെയാണ് അനുഭവിക്കാൻ ഇടയാകുന്നത്. ഒന്ന്, ദൈവവചനത്തിന് പ്രത്യേകതയുണ്ട്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. അതൊന്ന് ദൈവിക പ്രേരണയാണ്. 2, ദൈവവചനം തിരുവെഴുത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല, എല്ലാ തിരുവെഴുത്തിലും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നതായി കാണാൻ കഴിയും. 2, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുതലവാളുള്ള വചനമാണ്, മൂർച്ചയേറിയതാണ്. വചനം ആരുടെ അടുക്കിലേക്ക് കടന്നു എന്നോ അവിടെ ദൈവിക പ്രവൃത്തി വെളിപ്പെടും. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭയങ്കര മാനസാന്തര അനുഭവത്തിലേക്ക് വരും. വലിയ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ ദൈവം ഇടയാക്കും. വചനത്തിന് അത്രയേറെ ശക്തിയുണ്ട്. തളർന്ന് 38 വർഷക്കാലം കടന്ന മനുഷ്യനെ, ആ തളർവാദം പിടിപെട്ട മനുഷ്യന് യേശു കർത്താവ് കടന്നു ചെന്നപ്പോൾ അവൻ്റെ തളർവാദം പോകുവാൻ യേശു അവനോട് പറഞ്ഞ വാക്ക് അവൻ്റെ ജീവിതത്തെ മാറ്റാൻ ഇടവന്നു. ഞാൻ പറയാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ദൈവമാണ്. ഈ വചനത്തിൻ്റെ ശക്തി വീണ്ടും നമുക്കറിയാം. ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഒന്ന്, കേൾവിക്കാരുടെ ഹൃദയം ഉള്ളത്തിൽ കത്തിക്കൊണ്ടിരിക്കും. വചനം കേൾവിക്കാരുടെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കും. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അങ്ങനെയായിരുന്നു. യേശു കർത്താവ് എന്തു പറഞ്ഞോ അത് ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരുന്നു. ഞാൻ പറയാം, വചനത്തിൻ്റെ ജീവനാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ വചനം നിങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക പ്രവർത്തനങ്ങൾ വെളിപ്പെടാൻ ഇടവരും. ചില രോഗത്തിൻ്റെ ബന്ധനങ്ങളൊക്കെ ശരീരത്തെ വിട്ടുമാറും. ചില മാനസികമായിട്ടുള്ള ടെൻഷനും അസ്വസ്ഥതകളൊക്കെ മനസ്സിൽ നിന്ന് അകന്നു മാറാൻ ഇടവരും. ചില കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, മക്കളെക്കുറിച്ചുള്ള വിഷയങ്ങളിലേക്ക് ഭാരപ്പെടുന്നതൊക്കെ ദൈവം മാറ്റാൻ ഇടവരും. മാറാരോഗത്തിൻ്റെ വേദനയിൽ കഴിയുന്ന ചില വ്യക്തിക്ക് ആ രോഗബന്ധനങ്ങളിൽ നിന്നെല്ലാം മാറ്റം കിട്ടാൻ ദൈവത്തിൻ്റെ വചനമാണ് ക്രിയ ചെയ്യാൻ ഇടവരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ആത്മാവും ജീവനുമാകുന്നു. അത് പ്രവർത്തിക്കുന്ന വചനത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വചനം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിക്കണമെന്ന യിരെമ്യാവിന്റെ പുസ്തകം 15:16 പറയുന്നത്. എങ്ങനെ വചനം നമ്മൾ കണ്ടെത്തണം? നമ്മുടെ ആഹാരം, നമുക്കിഷ്ടമുള്ള ആഹാരം എന്താണെന്ന് നമുക്കറിയാം. അത് നമ്മൾ ആ ആഹാരം കഴിക്കാനാണ് ഏറ്റവും ആഗ്രഹിക്കുന്നത്. എന്നതുപോലെ ദൈവത്തിൻ്റെ വചനം, എനിക്ക് വേണ്ടത് എന്താണോ അത് ഞാൻ കണ്ടെത്തണം. അത് യിരെമ്യാവിന്റെ 33:3 പൊക്കെ, നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. 1, വിളിക്കണം. 2, ഉത്തരം തരും. 3, നിന്റെ ബുദ്ധിക്ക് അതീതമായതും മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. കണ്ടോ, നമ്മൾ ആദ്യം ചെയ്യണം വിളിക്കണം. വിളിക്കുമ്പോൾ നമുക്ക് മറുപടി തരുന്നൊരു ദൈവം. ആ മറുപടി നമ്മൾ ചിന്തിച്ചതിലും വിചാരിച്ചതിലും ആലോചിച്ചതിലും അപ്പുറമാണ്. ഇങ്ങനെ മറുപടി തരാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടും. നമ്മുടെ ഹൃദയം ഒന്ന് ഒരുക്കിയെന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, ഈ വചനം എൻ്റെ അകത്ത് ജീവനായി വെളിപ്പെടണം. എന്നും ബൈബിൾ വായിക്കണം, വചനം ധ്യാനിക്കണം. വചനത്തിൻ്റെ കൂടെ ഇരുന്നാൽ ഹൃദയത്തിൽ പാപം വെളിപ്പെടുകയില്ല. പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും വഴിയും. ഒരു നിമിഷം ഹൃദയം ഒരുക്കുക. യേശുവേ, നിന്റെ വചനത്തിൻ്റെ കൃപയാൽ എന്നെ നിറയ്ക്കണം. വചനത്തിൻ്റെ ശക്തി അത് എൻ്റെ ജീവിതത്തിൽ അത് കണ്ടെത്തി ഭക്ഷിക്കാൻ തക്കവണ്ണം എന്നെ ഒരുക്കണം. യേശു മഹത്വമെടുക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ.